ഇതിപ്പോൾ നല്ലൊരു യുവ നേതാവായിട്ട് വരിക. എങ്ങനെയാലും ഈ പുള്ളിയെ താക്കണമെന്നുള്ള താല്പര്യമുള്ളവരായിരിക്കുമല്ലോ ഇതിനകത്തുള്ളത്. നമ്മുടെ പാർട്ടിയിൽ തന്നെ, ഈ കോൺഗ്രസിൽ തന്നെ എല്ലാവരും ഇവനെ എങ്ങനെയും താക്കണമെന്ന് പറയാൻ നടക്കുന്നവരാണ്. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എതിർ പാർട്ടികൾക്ക് പിന്നെ അത് ചെയ്യാതിരിക്കും. ഈ വിവാദങ്ങളൊക്കെ ഞാനൊരു സംശയം കൂടെ ചോദിക്കാം. ഈ ഇങ്ങനെയൊക്കെയുള്ള സംഭവം 3.5 വർഷത്തിന് മുമ്പല്ലേ നടന്നതാണ്. അത് ഇപ്പൊ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഈ ഇലക്ഷൻ കണ്ടുകൊണ്ടല്ലേ. ഇതിനകത്തുള്ളവര് ഇപ്പൊ ഈ കുട്ടി ഇതുവരെ പ്രസവിക്കാതിരിക്കുന്നു 3.5 വർഷമായിട്ട് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഈ വേറൊരു കാര്യമുണ്ട്, ഓരോരുത്തർക്കും ഓരോ കാര്യം. ഇപ്പോൾ പെണ്ണുങ്ങൾക്കാണല്ലോ എല്ലാവർക്കും ഇത്തിരി മുൻതൂക്കം കൊടുത്തേക്കുന്നവർക്കാണ്. അതുകൊണ്ട് ഇപ്പോൾ വേറൊരു കേസിനും പെട്ടിട്ടില്ലെങ്കിൽ ഈ പെൺവാണിപ്പം ഒതുക്കാൻ പറ്റാതെ വാണിപ്പം. ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലേ ഉള്ളൂ ഈ പ്രശ്നം, വേറെ എങ്ങുമില്ല. ഈ കേരളത്തിലേ ഉള്ളൂ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇതൊക്കെ മറികടന്ന് പുള്ളി ശക്തനായി തിരിച്ചു തീർച്ചയായിട്ടും വരണം. തീർച്ചയായിട്ടും അവൻ വരണം. എൻ്റെ ഒരു ഇത് വെച്ചും അഭിപ്രായം വെച്ച് നോക്കണം. അവൻ നല്ലൊരു ശക്തനായിട്ട് തന്നെ വരണം. അവൻ നല്ലൊരു നേതാവാണ്. എന്നാലും ഇതിനിടയ്ക്ക് അവൻ രാഹുൽ ഈശ്വർ പറഞ്ഞല്ലോ, അതിൽ അവനെ ചവിട്ടിത്താക്കും. അവൻ കയറി വരണം, നല്ലൊരു നേതാവായിട്ട്. അവൻ നല്ലൊരു പയ്യനാണ്, അവൻ കയറി വരണം. പക്ഷേ ഇതിനകത്ത് ആർക്കും, എനിക്ക് ഇതിനകത്തോടൊന്നും വലിയ താല്പര്യം ഞാൻ കാണുന്നില്ല. എൻ്റെ പിന്നെ വേറൊരു കാര്യമുണ്ട്, ഒരാൾ മാത്രമല്ലല്ലോ തെറ്റ് ചെയ്യുന്നത്. ഇപ്പം പണ്ടൊരു പഴമൊഴിയുണ്ട്, ഇല വന്ന് മുള്ള വീണാലും മുള്ളു വന്ന ഇല വീണാലും കേടലയ്ക്ക എന്ന് പറയില്ല. അപ്പോൾ ഈ കുട്ടിക്ക് ഈ താല്പര്യം കൊണ്ട് ഈ ഇത്രയും കാലത്തിന് എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല? പണ്ട് നമ്മുടെ സിനിമാ പ്രേമികൾ ഒത്തിരി എണ്ണം പറഞ്ഞുകൊണ്ട് നടന്നു. മുകേഷിൻ്റെ കാര്യം, മറ്റവരുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു, ഗണേശിൻ്റെ കാര്യമൊക്കെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അന്നേരം ഒന്നും ഇവർക്ക് പൊങ്ങത്തില്ല. ഇപ്പം പൊങ്ങുന്നതിൻ്റെ കാരണം എന്തുവാ? അപ്പോൾ ഈ പെണ്ണുങ്ങളെ ചെയ്യുന്ന സത്യത്തിൽ ഇതിന് എന്തെങ്കിലും ഒരു സർക്കാർ ഇതിനൊരു നിയമം വേറെ മാറ്റി വെക്കണം. ഈ ആണുങ്ങളെ ഇങ്ങനെ തേജോവധം ചെയ്യാൻ. ഇപ്പം ഈ കുട്ടിക്ക് എന്തെങ്കിലും നേരത്തെ ആയിട്ട്, അതായത് 4 വർഷം അങ്ങോട്ടായി ഈ സംഭവം നടന്നു. കുട്ടിക്ക് ഒരു പറയാനുണ്ട്, എന്ത് ചെയ്യണം? ആദ്യം പോലീസ് സ്റ്റേഷനിൽ ചെന്ന്. ഇത് മാധ്യമങ്ങളുടെ മുമ്പിൽ, സത്യം പറഞ്ഞാൽ ഈ മാധ്യമങ്ങളാണ് എല്ലാത്തിലും കുഴപ്പക്കാരാവുന്നത്. വളച്ചൊടിച്ച് പറിച്ച് എല്ലാം കുളമാക്കി കൈ കൊടുക്കുന്ന അവർ തന്നെ. ഇതിനിടയ്ക്ക് പിന്നെ ആരാധനയുടെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നു, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. അതൊന്നും എടുക്കാൻ ആർക്കും കഴിയുന്നില്ല.